Loops in Python. A loop in Python is used to repeat a block of code multiple times until a condition becomes false. ഈ ലൂപ്പ് എന്തിനാ ഉപയോഗിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബ്ലോക്ക് ഓഫ് കോഡ് മൾട്ടിപ്പിൾ ടൈംസ് റൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഈ ലൂപ്പ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം ഒരു കണ്ടീഷൻ ചെയ്തിട്ട് അത് ട്രൂ ആണെങ്കിൽ അത് അടുത്ത കോഡ് റൺ ചെയ്യും, അത് ഫാൾസ് ആകുന്നവരെ ആ കോഡ് റൺ ചെയ്തുകൊണ്ട് നിൽക്കും. ഇതിൻ്റെ ഉപയോഗം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരേപോലത്തെ കോഡ് തന്നെ മൾട്ടിപ്പിൾ ടൈംസ് ആയിട്ട് പ്രിൻറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു 5 വരെ നമ്പർ പ്രിൻറ്റ് ചെയ്യണമെങ്കിൽ ആദ്യം പ്രിൻറ്റ് 1, പ്രിൻറ്റ് 2, പ്രിൻറ്റ് 3 അങ്ങനെ പ്രിൻറ്റ് ചെയ്യുന്നതിന് പകരം ഇപ്പോൾ ഒരു 5 എന്നൊരു കണ്ടീഷൻ വെച്ചിട്ട് 5 വരെ നമ്പർ, ഇപ്പോൾ ഒരു നമ്പർ 5 എത്തിയോ നോക്കിയിട്ട് അവിടെ വെച്ച് നിർത്തും, എത്തിയില്ലെങ്കിൽ ആ നമ്പർ പ്രിൻറ്റ് ചെയ്യും. അങ്ങനത്തെ ഒരു മെത്തേഡാണ് ഈ ലൂപ്പ് ഉപയോഗിക്കുന്നത്. മെയിനായിട്ട് 2 ലൂപ്പാണ്, ഒന്ന് ഫോർ ലൂപ്പും വയൽ ലൂപ്പും. ആദ്യത്തെ ലൂപ്പാണ് ഫോർ ലൂപ്പ്. എ ഫോർ ലൂപ്പ് ഈസ് യൂസ്ഡ് ടു ഐറ്ററേറ്റ് ഓർ എ സീക്വൻസ് സച്ച് ആസ് ലിസ്റ്റ്, സ്ട്രിങ് ഓർ റേഞ്ച് ഓഫ് നമ്പേഴ്സ്. ഫോർ ലൂപ്പ് ഉപയോഗിക്കുന്നത് വെച്ചാൽ മെയിനായിട്ട് ഈ ഐറ്ററേറ്റീവ് ആയിട്ടുള്ള ഓപ്പറേഷൻ. ഇത് ഇപ്പോൾ ഒരു ലിസ്റ്റ്, ഒരു മൾട്ടിപ്പിൾ വാല്യൂ സ്റ്റോർ ചെയ്യുന്നൊരു വേരിയബിളാണ് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇപ്പോൾ ഈ ഫോർ ലൂപ്പ് ഉപയോഗിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ലിസ്റ്റിലുള്ള ഓരോ വാല്യൂ ആയിട്ട് ഇങ്ങനെ ആക്സസ് ചെയ്തിട്ട് പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫോർ ലൂപ്പ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരു ലിസ്റ്റ് എക്സാമ്പിളായിട്ട് 1 തൊട്ട് 5 വരെയുള്ള ലിസ്റ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ അത് 1 എടുക്കും, 2 എടുക്കും, 3 എടുക്കും, അങ്ങനെ ഓരോ ഓപ്പറേഷൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഫോർ ലൂപ്പ് ഉപയോഗിക്കുന്നത്. അതേപോലെ തന്നെ നമുക്ക് ഈ റേഞ്ച് ഉപയോഗിച്ചിട്ടും ഫോർ ലൂപ്പിൽ ഓരോ എലമെൻറ്റ് എടുക്കാൻ വേണ്ടി. റേഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഇപ്പോൾ ഒരു 10 വരെയുള്ളതാണെങ്കിൽ റേഞ്ചിലുള്ള എടുത്ത് ഒരു 10 കൊടുത്തിട്ടുണ്ടെങ്കിൽ 1 തൊട്ട് 10 വരെ പ്രിൻറ്റ് ചെയ്യാൻ നമുക്ക് ഫോർ ലൂപ്പ് ഉപയോഗിക്കാൻ പറ്റും. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലൂപ്പാണ് വയൽ ലൂപ്പ്. വയൽ ലൂപ്പാണ് മെയിനായിട്ട് ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്തിട്ട് കണ്ടീഷൻ ഫാൾസ് ആവുന്നത് വരെ താഴെ കൊടുത്തിട്ടുള്ള ബ്ലോക്ക് ഓഫ് കോഡ് റൺ ചെയ്തുകൊണ്ട്, സ്റ്റേറ്റ്മെൻറ്റ് റൺ ചെയ്തുകൊണ്ട് നിൽക്കും. അത് കണ്ടീഷൻ ട്രൂ, ആദ്യം ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യും. ആ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ആ കോഡ് റൺ ആവും. പിന്നെ കണ്ടീഷൻ ചെക്ക് ചെയ്തിട്ട് ഫാൾസ് ആവുന്നവരെ ആ കണ്ടീഷൻ ചെക്ക് ചെയ്ത് നിൽക്കും. ഫാൾസ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ആയിട്ട് പുറത്തുള്ള ഏതാണ് കോഡ് അത് റൺ ചെയ്യും. ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5. അപ്പോൾ ആദ്യം ഐ എന്ന് പറഞ്ഞൊരു വാല്യൂ 1 ആയിട്ട് ഡിക്ലെയർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യും, ഐ 5 ചെറുതാണ്, അപ്പോൾ ട്രൂ ആണ്, അപ്പോൾ ഐ പ്രിൻ്റ് ആവും, അപ്പോൾ 1. പിന്നെ ഐ ഇൻക്രിമെൻറ്റ് ചെയ്തിട്ട് 1 ഇൻക്രിമെൻറ്റ് ചെയ്യും, അപ്പോൾ ഐ 2 ആവും. പിന്നെ ചെക്ക് ചെയ്യും. അങ്ങനെ 1 തൊട്ട് 5 വരെയുള്ള നമ്പർ പ്രിൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ലൂപ്പ് ഉപയോഗിക്കുന്നത്. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഈ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്. മെയിനായിട്ട് 2 കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റാണ്, ഒന്ന് ബ്രേക്ക് പിന്നെ കണ്ടിന്യൂ. ബ്രേക്ക് എന്തിനാണ് ഉപയോഗിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ലൂപ്പ് റൺ ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് ആ ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ആയിട്ട് പുറത്തുള്ള കോഡ് റൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ബ്രേക്ക് ഉപയോഗിക്കുന്നത്. ജസ്റ്റ് ഇമ്മീഡിയറ്റ് ആയിട്ട് ആ ലൂപ്പിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ, എക്സിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ബ്രേക്ക് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഒരു ഫോർ ഐ ഇൻ റേഞ്ച് 5, ഈ ഫോർ ഉപയോഗിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ 1 തൊട്ട് 5 വരെ ഒന്ന് പ്രിൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 1 എടുക്കും, 2 എടുക്കും, അങ്ങനെ ഇവിടെ ഒരു കണ്ടീഷൻ വയ്ക്കാൻ ഈ 5 = 3 ആണെങ്കിൽ ബ്രേക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഐ 3-ലെത്തുന്ന സമയത്ത് ഈ ലൂപ്പിൽ നിന്ന് പുറത്തേക്ക് എക്സിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ബ്രേക്കാണ് കീവേഡ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് ഔട്ട്പുട്ട് കാണാൻ പറ്റും 0, 1, 2. അപ്പോൾ ഐ 3 ആവുന്നത് വരെയാണ് വാല്യൂ പ്രിൻറ്റ് ചെയ്തിട്ട് ഐക്ക് 3 ആയതിനു ശേഷമുള്ള വാല്യൂ പ്രിൻറ്റ് ചെയ്യില്ല, കാരണം അതിന് മുന്നേ ബ്രേക്ക് കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ച് ഈ ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ആയി. അടുത്ത കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റാണ് കണ്ടിന്യൂ. കണ്ടിന്യൂ ഉപയോഗിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ കറണ്ട് ഇപ്പോൾ ചെയ്തുകൊണ്ടിരുന്ന ഐട്രേഷന് മാത്രം എക്സിറ്റ് ആവും. ഇപ്പോൾ ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഐ ഈക്വൽ ടു, ഇവിടെ എക്സാമ്പിൾ നോക്കാം, ഫോർ ഐ ഇൻ റേഞ്ച് 5. അപ്പോൾ ഐ റേഞ്ച് 5 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 തൊട്ട് 5 വരെ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഐ ഇൻ റേഞ്ച് 5 എന്ന് പറയുന്നത്. അവിടെ 2 എത്തുന്ന സമയത്ത് 2 മാത്രം സ്കിപ്പ് ചെയ്തിട്ട് അടുത്ത ഐട്രേഷൻ തൊട്ട് പിന്നെയും കണ്ടിന്യൂ ചെയ്യും. അതിനാണ് ഈ കണ്ടിന്യൂ കീവേഡ് ഈ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിക്കുന്നത്.